فسوى والذي قدر فهدى نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, കാരുണ്യവാനായ ലോകനിയന്താവായ റബ്ബിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യവും നിലപാടുകളും സമീപനങ്ങളും ഉള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന അതിമഹത്തായ ഗുണങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്ന ഏകദേശം 11ഓളം ഗുണങ്ങൾ കഴിഞ്ഞ ഖുതുബകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. അവിഷയകമായി 73-ാമത്തെ ആയത്താണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാർ, ഇബാദുർ റഹ്മാന്റെ പ്രത്യേകത വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, അവരുടെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടാൽ ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന, അവർ ഒരിക്കലും ബധിരരും അന്ധരുമായിട്ട് അതിൻ്റെ നേരെ ചാടി വീഴുകയില്ല. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതിനോട് അഹന്തയുടെ സമീപനം വെച്ച് പുലർത്തുന്ന, അതേപ്രകാരം അതിനെ അശ്രദ്ധയിൽ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം ഒരിക്കലും മുഅ്മിനുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ സവിശേഷത നമുക്കറിയാം. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധർമ്മങ്ങളുടെ, അസാൻമാർഗികതയുടെ പ്രതീകങ്ങളായിരുന്ന ഒരു ജനതയെ 23 വർഷക്കാലം കൊണ്ട് സമ്പൂർണമായി പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആനാണ്. അവരുടെ ജീവിത രീതികളെ, ഇടപാടുകളെ, സ്വഭാവ രീതികളെ, പരസ്പരമുണ്ടായിരുന്ന പെരുമാറ്റങ്ങളെയെല്ലാം, വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും മുഴുവൻ 23 വർഷക്കാലം എന്ന നിസ്സാരമായൊരു കാലഘട്ടം കൊണ്ട് മാറ്റിയെടുത്ത് ലോകത്തിന് മാതൃകയാക്കി മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാൻ 103-ാമത്തെ ആയത്തിൽ, 4-ാമത്തെ അധ്യായം 103-ാമത്തെ വചനത്തിലൂടെ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ ഒന്നിച്ചു മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് പറഞ്ഞ ശേഷം വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. എന്താണ് റബ്ബ് നിങ്ങൾക്ക് നൽകിയ അതിമഹത്തായ ഒരു അനുഗ്രഹം? ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ശത്രുക്കളായിരുന്നു. നമുക്കറിയാം അറേബ്യൻ ജനതയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ. ഒരാളുടെ ഒട്ടകം മറ്റൊരാളുടെ കൃഷിഭൂമിയിൽ പ്രവേശിച്ചു എന്നതുപോലെയുള്ള നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നീണ്ട പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്ത യുദ്ധക്കൊതിയന്മാരായിരുന്നു അവർ.
അള്ളാഹു അവരെ കുറിച്ച് പറയാണ്, ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ കോർത്തിണക്കി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി മാറി. പരസ്പരം എന്തും പങ്കുവെക്കാനുള്ള ഹൃദയവിശാലത അവർ കൈവരിച്ചു. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നു, വകുന്തും അലാ ശഫാ ഹുഫ്രതിൻ മിനന്നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. ഫഅൻകദകും മിൻഹാ, അപ്പോൾ അള്ളാഹുവാണ് നരകത്തിന്റെ വക്കിലായിരുന്ന നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഹ്തദൂൻ, ഇപ്രകാരമാണ് അള്ളാഹു തന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ നേർമാർഗം പ്രാപിക്കാൻ വേണ്ടിയാണ്. കർമ്മങ്ങൾ കൊണ്ട്, വിശ്വാസം കൊണ്ട് നരകത്തിന്റെ വക്കിലായിരുന്ന ഒരു ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ്, ലോകത്തിനുള്ള മാതൃകയാക്കി മാറ്റിയതാണ്. ഈ ആയത്ത് നമുക്കും ബാധകമാണ്. വിശ്വാസത്തിലൂടെയും കർമ്മത്തിലൂടെയും നരകത്തിലേക്ക് എത്താവുന്ന അവസ്ഥയിൽ നിന്ന് റബ്ബാണ് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ആ രക്ഷപ്പെടുത്തൽ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ വചനങ്ങളാണ് അതിന്റെ കാരണം. അതിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഇതിനെ രണ്ടിനോടുമുള്ള സമീപനം, സത്യവിശ്വാസികൾക്ക് ആ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ടാകണം. അതാണ് 8-ാമത്തെ അധ്യായം 2-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂറത്തു അൻഫാലിൽ എന്താണ്? അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോ, റസൂലുള്ളാഹിയുടെ വചനങ്ങൾ കേൾക്കുമ്പോ മുഅ്മിനിൽ ഉണ്ടാകേണ്ടുന്ന പ്രതികരണം എങ്ങനെയാണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനുകളുടെ സ്വഭാവം വളരെ കൃത്യമായി 5ഓളം ഗുണങ്ങൾ സൂറത്ത് അൻഫാലിലെ 2, 3, 4 ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്. അതിൽ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ആരാണ് മുഅ്മിനുകൾ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കോതിക്കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും എന്ന് മാത്രമല്ല, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരുമാണ്. അപ്പൊ ഖുർആനിന്റെ വചനം കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്ന ഒരവസ്ഥയുണ്ടാവുക. അപ്പോഴാണ് ഞാനും നിങ്ങളും മുഅ്മിനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഉത്ബോധനങ്ങളുടെ നേരെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്താകണം? ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് അത് മനസ്സിനെ സ്വാധീനിക്കണം, മനസ്സിനെ ബാധിക്കണം. കേട്ടതിൽ പഠിച്ചതിൽ ജീവിതത്തിൽ പകർത്തലുണ്ടാകണം. അല്ലാത്ത പക്ഷം അത് പാറയിൽ മഴ പെയ്ത പോലെയായിട്ട് ഒലിച്ചങ്ങ് പോകും, ശേഷം ഒന്നും ബാക്കിയാവുകയില്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുണ്ടാകുന്ന അവസ്ഥ സൂറത്ത് തൗബ 124-ാമത്തെ ആയത്തിലും അല്ലാഹു പഠിപ്പിക്കുന്നു. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون. അവരിൽ അള്ളാഹുവിന്റെ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ ചോദിക്കും, ഇതാരുടെ ഈമാനാണ് വർദ്ധിപ്പിക്കുന്നത്? എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഅമ്മല്ലദീന ആമനൂ ഫസാദത്ഹും ഈമാന, അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയാൽ അത് ഈമാനുള്ള ആളുകളുടെ ഈമാൻ വർദ്ധിപ്പിക്കും. ഒരു ആയത്ത് കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വാധീനം ഉണ്ടാകും. പടച്ചവനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അതവർക്ക് പ്രേരണ നൽകും. എന്നാൽ കാഫിറുകളുടെയും മുനാഫിക്കുകളുടെയും അവസ്ഥ എന്താണ്? സൂറത്തു തൗബ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, തൊട്ടടുത്ത ആയത്തിൽ, ഈ നേരത്തെ പറഞ്ഞ 124-ന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ. ഹൃദയത്തിൽ രോഗം, ഏതാണ് ഹൃദയത്തിന്റെ രോഗം? കുഫ്റും നിഫാഖുമാണ്, കാപട്യവും ദൈവനിഷേധവുമാണ്. അത് മനസ്സിലുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ആയത്തിറങ്ങി എന്താ ചെയ്യുക? അവരുടെ മ്ലേച്ഛത വർദ്ധിക്കും, മനസ്സിലെ രോഗങ്ങൾ വർദ്ധിക്കും. അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് അവർ പറയും. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഒരിക്കലും പറയാനും എഴുതാനും പാടില്ലാത്ത വാക്കുകൾ അവർ പ്രയോഗിക്കും. അതാണ് മുനാഫിക്കുകളുടെയും കാഫിറുകളുടെയും അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അവർ? അള്ളാഹുവിന്റെ വചനങ്ങൾ ഇറങ്ങുമ്പോൾ അവർക്കുണ്ടായിരുന്ന നിലപാട് സൂറത്ത് മറിയം 19-ാമത്തെ അധ്യായത്തിലെ
58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, പ്രവാചകന്മാരിൽ പ്രത്യേകിച്ചും ചില നബിമാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരുടെ സവിശേഷതകൾ പറഞ്ഞ ശേഷം ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദം. ആ പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ടവരാണ്, ആദം സന്തതികളിൽപ്പെട്ട പ്രവാചകന്മാർ. വമിമ്മൻ ഹമൽനാ മഅ നൂഹ്, അവരിൽ ആരുണ്ട്? നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെ നാം കപ്പലിൽ വഹിച്ചവരുണ്ട്. അതുപോലെ വമിൻ ദുർരിയ്യതി ഇബ്രാഹീം വ ഇസ്രായീൽ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും യാക്കൂബ് അലൈഹിസ്സലാമിന്റെയും സന്തതി പരമ്പരയിൽപ്പെട്ടവർ. വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നാം നേർമാർഗം കാണിക്കുകയും നാം പ്രത്യേകം തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളവരായ പ്രവാചകന്മാർ. അവരുടെയൊക്കെ പ്രത്യേകത ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ ഖറൂ സുജ്ജദൻ വബുകിയാ, റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ അവർ കോതിക്കൽപ്പിക്കപ്പെട്ടാൽ അവർ എന്ത് ചെയ്യും? ഖറൂ, അവർ വീഴും. എങ്ങനെ? സുജ്ജദൻ വബുകിയാ, സുജൂദിലായിക്കൊണ്ടും കരഞ്ഞുകൊണ്ടും അവർ വീഴുമെന്നാണ്. അഥവാ വിനയത്തിന്റെ പരമകാഷ്ഠയിൽ അവരെത്തും. അള്ളാഹുവിന്റെ മുമ്പിൽ ശിരസ് കുനി മണ്ണിന്റെ പ്രതലത്തിൽ മുഖം വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരായി അവർ മാറും. വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയാണ് നബിമാരെ കുറിച്ച് പറഞ്ഞ ശേഷം. അപ്പൊ അതായിരിക്കണം ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ കലാമിനോടുണ്ടാകേണ്ടുന്ന നിലപാട്. നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. സൂറത്തു ദാരിയാത്ത് 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, താങ്കൾ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കും, കാരണം അത് മുഅ്മിനുകൾക്ക് ഉപകാരപ്പെടും എന്നതാണ്. ഒരു ചാർജ് ചെയ്യലാണ്. വീക്കായി പോകുമ്പോ ഒന്നുകൂടി ഈമാൻ പുതുക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ഉത്ബോധനങ്ങൾ ഒരു സമൂഹത്തിൽ നടക്കണം. ഉത്ബോധനങ്ങൾ, ഓർമ്മപ്പെടുത്തലുകൾ എവിടെ കുറഞ്ഞു പോകുന്നുവോ അവിടെ നന്മകൾ നശിക്കാൻ തുടങ്ങും, പിശാചിന് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം മുൻനിർത്തി, അതിന്റെ വിശദീകരണമായ റസൂലിന്റെ സുന്നത്ത് മുൻനിർത്തിയുള്ള ഉത്ബോധനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കണം. സ്വഹാബികളെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവരിൽ പലരും പറഞ്ഞു, ഉസീനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഉപദേശം നൽകൂ, എനിക്ക് ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർ ഉപദേശം തേടിയിരുന്നു എന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലിനോട് ഉപദേശം തേടുക മാത്രമല്ല, പരസ്പരം കണ്ടുമുട്ടുമ്പോഴും അവർ ഉപദേശങ്ങൾ കൈമാറിയിരുന്നു എന്നാണ്. സഹീഹുൽ ബുഖാരി അതിന്റെ കിതാബുൽ ഈമാനിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹാബികൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് അദ്ദേഹം ബാക്കിയുള്ളവരോട് പറയാൻ, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാഅ, അതൊരു പലപ്പോഴും അവർ പറഞ്ഞൊരു വാക്കായിരുന്നു എന്നാണ്. ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാഅ, വരൂ ഒന്ന് ഒരുമിച്ചിരിക്കൂ, നമുക്ക് അല്പസമയം ഈമാൻ പുതുക്കാം. നമുക്കത് ഓർമ്മ വരാറുണ്ടോ? ഒന്നിച്ചു കൂടുന്നൊരു നേരം ഒന്നിരിക്കുക, ആ കൂട്ടത്തിൽ അല്പമൊക്കെ ദീനിയായ അറിവുള്ള ഒരാള് ബാക്കിയുള്ള ആളുകൾക്ക് ഉപദേശം നൽകുന്ന ഒരു രൂപം, അത് റസൂലുള്ളാഹിയുടെ സഹാബത്ത് ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. പരസ്പരം ഒരുമിച്ചിരിക്കുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ നമുക്കൊന്ന് ഈമാൻ പുതുക്കാം എന്ന് പറയുന്ന സ്വഭാവം. ഉപദേശങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴേ നമ്മൾ മുഅ്മിനായി തീരുന്നുള്ളൂ. പണ്ട് കേട്ടതിനേക്കാൾ പുതിയതൊന്ന് കേട്ടാൽ അതിന്റെ പ്രതികരണം, അതിന്റെ പ്രതിഫലനം ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. അവരൊരിക്കലും ബധിരരും അന്ധരുമായിട്ട് അള്ളാഹുവിന്റെ ആയത്തുകളുടെ മേൽ ചാടി വീഴില്ല, അതിനോട് ശത്രുത കാണിക്കില്ല, അള്ളാഹു പറഞ്ഞതിനെ പരിഹസിക്കുന്ന സ്വഭാവം ഉണ്ടാകില്ല. മറിച്ച് ഹൃദയം കൊണ്ടത് ഏറ്റുവാങ്ങും, മനസ്സുകൊണ്ടത് സ്വീകരിക്കും, ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കാണിക്കുകയും ചെയ്യും. അതോടൊപ്പം ആധുനികമായ കാലഘട്ടത്തിൽ ഈ വചനത്തെയും ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് എന്നത് നാം കാണാതെ പോകരുത്. ഈ വചനത്തിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ വചനങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം മാത്രമേ അത് സ്വീകരിക്കാവൂ എന്ന ഒരു വ്യാഖ്യാനം സമീപകാലത്തായി നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് പൂർവികരായ മുഫസ്സിറുകൾക്ക് പരിചയമില്ലാത്തതാണ്. അള്ളാന്റെ ഖുർആനാണെങ്കിലും ശരി, നമ്മളത് നമ്മുടെ മനസ്സിലൊന്നിട്ട് ആലോചിച്ചിട്ട് അതിന്റെ എല്ലാ വശവും ചിന്തിച്ച്
പഠിച്ചിട്ട് മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. ഖുർആനിന്റെയും ഹദീസിന്റെയും നേരെ ആ സമീപനം. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രമുഖനായ മലയാളത്തിൽ വിശുദ്ധ ഖുർആന്റെ വിശദീകരണം എഴുതിയ ബഹുമാന്യനായ അമാനി മൗലവി റഹിമുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ചില ആളുകൾ തെറ്റിദ്ധരിച്ച പോലെ അല്ലെങ്കിൽ താല്പര്യപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ഉപദേശിക്കപ്പെടുമ്പോ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ വിമർശന ബുദ്ധിയ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതല്ല ഈ വചനത്തിന്റെ താല്പര്യം. മറിച്ച് അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ അതിനോട് ഒരു നിഷേധമോ ഒരു ധിക്കാരമോ കാണിക്കാതെ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നതാകണം ഈ വിഷയത്തിൽ മുഅ്മിനുകളുടെ നിലപാട് എന്നതാണ് ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പൂർവികരായ മുഫസ്സിറുകൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ഗൗരവതരമായി കാണേണ്ടത്, ഞാൻ ഇത്രയേറെ കേട്ടിട്ടും ഇത്രയേറെ പഠിച്ചിട്ടും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലേ? എന്റെ ജീവിതത്തിലെ തിന്മകളെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കുന്നില്ലേ? ശീലിച്ചു വന്ന ശീലങ്ങളോട് രാജിയാകാൻ എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? ഇത് ഈ വചനത്തെ മുൻനിർത്തി ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ ഖുതുബകൾ കേൾക്കാൻ തുടങ്ങിയ ശേഷം അല്ലെങ്കിൽ മദ്രസയിൽ അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ QHLS ക്ലാസ്സിൽ ചേർന്ന് ഞാൻ പഠിച്ച ശേഷം എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ആയത്ത് കേട്ടാൽ അതിന്റെ ആശയം എന്ത് എന്ന് മനസ്സിലാക്കാൻ മാത്രം അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അറിവ് ഞാൻ നേടിയിട്ടുണ്ട്. പക്ഷെ ഈ കേട്ടതിൻ്റെതായ ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് അത് വളരെ ഗൗരവതരമാണ്. കാരണം വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്ന ഒരു വിഷയമാണത്. ഏത്? ഹൃദയ കാഠിന്യം വരിക. ആയത്തുകളും ഹദീസുകളും കേട്ടാൽ അത് ഒരു മാറ്റവും ജീവിതത്തിൽ വരുത്താതെ പോവുക. അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടി അക്കാര്യം താക്കീത് ചെയ്യുന്നുണ്ട്. 2-ാമത്തെ അധ്യായം സൂറത്തു ബഖറയിലെ 74-ാമത്തെ ആയത്തിൽ സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹി വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അല്ലാഹു പറയാണ്, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഏതുപോലെ? പാറ പോലെയായി തീർന്നു. പാറ പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പറയുന്നു അശദ്ദു ഖസ്വ. അല്ല, ആ പാറയേക്കാൾ കടുത്തുപോയി. കാരണം വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. ഉറപ്പുള്ളത് എന്ന് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പാറയിൽ നിന്ന് പോലും എന്തുണ്ട്? ഉറവുകൾ പൊട്ടി ഒഴുകുന്നുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. അതിൽ ചിലത് പിളരുകയും അതിൽ നിന്ന് വെള്ളം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹി. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് അതിൽ ചിലത് ഉരുണ്ട് വീഴുന്നുണ്ട്, തകർന്നു വീഴുന്നുണ്ട്. എന്നാൽ ആ പാറയിലുണ്ടാകുന്ന ഒരു ചലനം പോലെ പോലും എന്തില്ല? ചില ആളുകളുടെ മനസ്സിൽ ചലനമുണ്ടാകുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടും പരലോകത്തെക്കുറിച്ച് കേട്ടിട്ടും നരകശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടൊന്നും ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. പാറ പോലെ എന്ന് അള്ളാഹു അധിക്ഷേപിക്കുകയാണ്. സൂറത്തു അൻആം 43-ാമത്തെ ആയത്തിലും കാണാം, ശിക്ഷകൾ വന്നാൽ പോലും കൺമുമ്പിലൊക്കെ കണ്ടു അനുഭവിച്ചു, ജീവിതത്തിലൂടെ കൃത്യമായി റബ്ബിന്റെ കഴിവെന്താണ്, തന്റെ നിസ്സാര അവസ്ഥ എന്താണ് എന്നൊക്കെ ബോധ്യപ്പെട്ടു. എന്നിട്ട് പോലും എന്തില്ല? ഒരു മാറ്റവും വരുന്നില്ല. അള്ളാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതളറഊൻ. താങ്കളുടെ മുമ്പുള്ള ജനതയിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജനത എന്ത് സംഭവിച്ചു? അവരെ അങ്ങേയറ്റത്തിലും കഷ്ടപ്പാടിലുമാക്കി നാം അവരെ മാറ്റി. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യതളറഊൻ. അവർ വിനയം കാണിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ നൽകി, പ്രയാസങ്ങൾ നൽകി. പക്ഷേ അള്ളാഹു ആഗ്രഹിച്ചത് അവർ വിനയം കാണിക്കണമെന്നാണ്. അതൊക്കെ ചെയ്തപ്പോ പക്ഷേ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ. നമ്മുടെ ശിക്ഷ വരുമ്പോ അവർക്കൊന്ന് വിനയം കാണിച്ചാൽ മതിയായിരുന്നു. അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറാകേണ്ടിയിരുന്നവർ. പക്ഷേ വലാഖിൻ ഖസത് ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എത്ര വന്ന് അനുഭവിച്ചാലും നാം അതിജയിക്കും എന്ന് പറഞ്ഞ അഹങ്കാരം കാണിക്കുന്ന അവസ്ഥയിൽ മനുഷ്യനായി. മാത്രമല്ല വസയ്യന ലഹുമു ശൈത്വാനു മാ കാനൂ യഅമലൂൻ. ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ ശൈത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചോദിക്കുകയാണ്,
57-ാമത്തെ അധ്യായം സൂറത്തു ഹദീദിലെ 16-ാമത്തെ ആയത്തിലൂടെ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിലേക്ക് കീഴൊതുങ്ങാൻ വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമയമായില്ലേ? പടച്ചോനോർത്തൊന്ന് വിനയപ്പെടാൻ മുഅ്മിനുകളെ നിങ്ങൾക്ക് സമയമായില്ലേ? ഏതിലൂടെ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹു ഇറക്കിത്തന്ന യാഥാർത്ഥ്യത്തിന്റെ വസ്തുതകളുണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ട് പഠിച്ചിട്ട് ഒന്ന് വിനയപ്പെടാൻ നിങ്ങൾക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ അവരാവാതിരിക്കട്ടെ. ഇത് തൗറാത്ത് ഇഞ്ചീലൊക്കെ നൽകപ്പെട്ട സമൂഹമുണ്ടല്ലോ, അള്ളാഹ് കൃത്യമായിട്ട് വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്തു, നബിമാരെ അയച്ചു, എന്താണ് പരലോകം, എന്താണ് ജീവിതം, തൗഹീദ് എന്താണ് എന്നതൊക്കെ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അവര് നന്നായില്ല. ഫത്വാല അലൈഹിമുൽ അമദ്, കാലം ദീർഘിച്ചുപോയി. ഫഖസത് ഖുലൂബുഹും, അപ്പോൾ അവരുടെ ഹൃദയം കടുത്തുപോവുകയും ചെയ്തു. ഫത്വാലത് അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാലം മുന്നോട്ട് പോകുമ്പോ ഹൃദയം കടുത്തുപോകും. സ്ഥിരമായി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയാണ്, അപ്പോ ഉള്ളിലേക്ക് കയറൂല. ഖുതുബ കേൾക്കുന്ന സദസ്സ് പോലെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. പേരിന് പോകും ഖുർആന്റെ ക്ലാസ്സിലൊക്കെ, പക്ഷേ കേട്ടത് എന്താണ് എന്ന് ഒന്നുപോലും പറയാൻ കഴിയില്ല. മനസ്സാന്നിധ്യം ഉണ്ടാകാതെ പോകുന്ന അവസ്ഥ, ഇത് പേടിക്കേണ്ടതാണ്. അല്ലാഹ് വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങളിലൂടെ താക്കീത് ചെയ്തു ഒരു കാര്യമാണ് ഖസ്വത്തുൽ ഖൽബ് എന്ന് പറയുന്നത്. ഹൃദയം കടുത്തു പോവുക, ഉത്ബോധനങ്ങൾ സ്വാധീനം ചെലുത്താതെ പോവുക. ഇതല്ലേ സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചത്? നമ്മുടെ മക്കളോളം ഉത്ബോധനങ്ങൾ കേൾക്കുന്നവർ ആരാണുള്ളത്? മുസ്ലിം കുട്ടികളോളം ഉത്ബോധനങ്ങൾ കേൾക്കുന്നവർ ആരാണുള്ളത്? മദ്രസയിൽ പോകുന്നുണ്ട്, ജുമ കേൾക്കുന്നുണ്ട്, ഉത്ബോധനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു വിദ്യാലയത്തിലേക്ക് നമ്മൾ കയറിച്ചല്ല. ആ കുട്ടികളുടെ സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റവും നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒരു ഉത്ബോധനവും കിട്ടാത്ത പാരമ്പര്യ മൂല്യങ്ങൾ, മാതാപിതാക്കളോടുള്ള ആദരവ്, മുതിർന്നവരോടുള്ള ആദരവ്, ഇതൊക്കെ തലമുറകളായി സ്വീകരിച്ചു വരുന്ന അന്യമതസ്ഥരുടെ മക്കളുടെ നിലവാരമെങ്കിലും ഈ ഉത്ബോധങ്ങൾ കേൾക്കുന്ന നമ്മുടെ മക്കൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. മുസ്ലിം സമൂഹത്തോളം ഉത്ബോധനം നടക്കുന്നൊരു സമൂഹം വേറെ ഏതാണുള്ളത്? പക്ഷെ എന്തുകൊണ്ട് എന്നിട്ടും പത്രത്തിലെ വാർത്തകൾ വായിക്കുമ്പോൾ ലഹരിക്കടത്തിനെ കുറിച്ച്, MDMന്റെ അതിന്റെ കടത്തിനെ കുറിച്ചുള്ള അതിലെ വാർത്തകൾ വായിക്കുമ്പോൾ, പിടികൂടപ്പെട്ടവരുടെ പേര് വായിക്കുമ്പോൾ ഒക്കെ എന്താ ഈ സമുദായം അതിലെല്ലായിടത്തും ഭൂരിപക്ഷമായി പോകുന്ന ഒരു അവസ്ഥ? ഉത്ബോധനത്തിന്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് ഇവിടെ അള്ളാഹ് പറഞ്ഞ താക്കീത് ചെയ്ത ഈ കാര്യമാണ്. ഉത്ബോധനങ്ങൾ ഫലപ്രദപ്പെടാതെ പോവുക, അങ്ങനെ സംഭവിക്കുന്നത് റബ്ബിന്റെ വലിയ ശിക്ഷക്ക് കാരണമായി തീരുമെന്നതാണ് വളരെ ഗൗരവപൂർവ്വം പടച്ച റബ്ബ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചവരാണ് നമ്മളെങ്കിൽ, കേട്ടവരാണ് നമ്മളെങ്കിൽ, നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും അതിനനുയോജ്യമായ മാറ്റമുണ്ടാകണം. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ എന്ന റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്. കാര്യമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടും തെറ്റ് ചെയ്താൽ, ഒരറിവുമില്ലാതെ ജഹാലത്തിൽ തെറ്റ് ചെയ്യുന്നവരെക്കാളും ശിക്ഷ നമുക്ക് കൂടുതൽ ലഭിക്കുമെന്നത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകളുടെ നേരെ ഒരിക്കലും നിഷേധം കാണിക്കാതെ, അതിനെ അവഗണിക്കാതെ, അതിനോട് അന്ധതയും ബാധിര്യവും കാണിക്കാതെ, കേൾക്കുന്നത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അതിനോട് അങ്ങേയറ്റത്തെ വിനയം കാണിച്ച് തൊട്ടടുത്ത നിമിഷം മുതൽ അത് ജീവിതത്തിൽ പകർത്താനുള്ള സന്നദ്ധത നമ്മിൽ ഉണ്ടാകുമ്പോഴേ നമ്മൾ ഇബാദുർ റഹ്മാനിൽ പെടുള്ളൂ. അല്ലാത്ത നിലപാടുകാർ തീർച്ചയായും ഇതിൽ നിന്ന് ഒഴിവാണ് എന്നതാണ് ഈ 73-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പിൻപറ്റുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ നാഥൻ അതിനുള്ള ഈമാനും അതിനുള്ള ഹിദായത്തും നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്
കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വചനങ്ങളെ നെഞ്ചിലേറ്റി ജീവിതത്തിൽ അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു സംസ്കാരവും വ്യക്തമായൊരു ധാർമ്മികതയും കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. മുണ്ടുടുക്കുന്നവനാണവൻ. ആ മുണ്ടുടുക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത് അവന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർ കാണാനും ആസ്വദിക്കാനും പാടില്ലാത്ത ഭാഗങ്ങളെ മൂടിവെക്കണമെന്നത് സാധാരണ ഏതൊരു വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ലാത്ത വിധം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കുന്ന കാര്യമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ ലജ്ജയില്ലാത്തവനായി മാറുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായൊരു വചനം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ അദ്റകൻ നാസ് മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നുബുവ്വത്തിന്റെ പ്രാരംഭ വചനങ്ങളിൽപ്പെട്ടതാണ് എന്ത്? റസൂലുള്ള പറയാണ്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ എടോ നീ തോന്നിയ പോലെ തന്നെ ചെയ്തോ. ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയ പോലെ നീ ജീവിച്ചോ. ലജ്ജയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ആ ലജ്ജയാണ് മുണ്ടൊടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ആ ലജ്ജയാണ് മാന്യമായ വസ്ത്രം ധരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ആ ലജ്ജയാണ് സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ നല്ല വാക്ക് പറയാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ആ സംസ്കാരം ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുന്നവനാകണം. നമ്മൾ ജീവിക്കുന്നത് സാംസ്കാരിക കേരളത്തിലാണ്. പക്ഷേ സാംസ്കാരിക കേരളത്തിന്റെ പൂമുഖത്ത് ഇന്ന് നിൽക്കുമ്പോൾ നമുക്ക് നാണമുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് വലിയ ആവേശമാണ്. പക്ഷേ സാംസ്കാരികതയുടെയും അതുപോലെ തന്നെ സിനിമയുടെയും മറ്റ് മേഖലകളുടെയും ഉന്നതങ്ങളിൽ നിലനിൽക്കുന്ന ആളുകൾ ഇന്ന് കാട്ടിക്കൂട്ടുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ കാണുമ്പോൾ ആർക്കാണ് അറപ്പും വെറുപ്പും തോന്നാത്തത്? അഷജ് അൽ അസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു. സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന ഫീക ലഖസ്ലത്തൈൻ എന്നാണ്. നിന്നിൽ രണ്ട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞു, യുഹിബ്ബുഹുമുല്ലാഹ്, അത് രണ്ടും അല്ലാഹുവിന് ഇഷ്ടമാണ്. ആ പറഞ്ഞ രണ്ട് ഗുണം അൽ ഹിൽമു വൽ അനാസ്. ഒന്ന് വിവേകമാണ്, മറ്റൊന്ന് അവധാനതയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഫീക ലഖുലുഖൈനി യുഹിബ്ബുഹുമുല്ലാഹ്, താങ്കളിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള രണ്ട് സ്വഭാവങ്ങളുണ്ട്. അപ്പൊ ഇത് കേട്ട അഷജ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, മാഹുമാ, ഏതാണ് റസൂലേ അത്? ഖാല റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹിൽം, ഒന്നാമത്തേത് ഏതാണ്? വിവേകമാണ്. വിവേകമുള്ളവനാകണം വിശ്വാസി. നമ്മുടെ വിഷയത്തിലെ ഇബാദുർ റഹ്മാന്റെ തുടക്കത്തിൽ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞ ഗുണം ഏതാണ്? വൽ ഹയാ, ലജ്ജയാണ്. ലജ്ജയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഉത്തമമായ സംസ്കാരം. ഈ വചനം റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട, നിന്നിൽ രണ്ട് സ്വഭാവങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവേകവും ലജ്ജയുമാണത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ അത് കേട്ട സഹാബി അഷജ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ജഅലനി അലാ ഖുലുഖൈനി യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സ്വഭാവങ്ങൾ എനിക്ക് നൽകിയ റബ്ബിന് സ്തുതി എന്നാണ്. ഇതിൽ വലിയൊരു പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ലജ്ജ എന്ന് പറയുന്നത്. ശരീരത്തെ യുവസമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ച് ശരീരത്തെ വിറ്റ് കാശാക്കുക, ആ വിധത്തിൽ വൃത്തികെട്ട വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോശമായ പ്രയോഗങ്ങൾ നടത്തുക, ഇത് രണ്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലരും ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ ആളുകളെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ തന്റേതായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്ത് വിവേകരഹിതവുമായ കളികളും കളിക്കുക. വേറെ ചില ആളുകൾ നാണം പോലും മറക്കാതെ ഉദ്ഘാടനത്തിനും പരിപാടികൾക്കൊക്കെ പോവുക. എന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവിടെയുള്ള പത്രമാധ്യമ ലോകം ഏതൊരു 18 വയസ്സ് തികഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കാണ് ഇതിനെയൊക്കെ വിമർശിക്കാനുള്ള അധികാരം? സഹോദരങ്ങളെ,
ഉടുക്കാതെ നടക്കുന്ന ഒരാളോട് ഉടുക്കാതെ നടക്കുന്നത് മനുഷ്യത്വമാണ് എന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത്? വൃത്തികേടുകൾ കാണുമ്പോൾ അത് വൃത്തികേടാണ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നമുക്ക് നൽകപ്പെടുന്നില്ല എങ്കിൽ അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മക്കളെ, നമ്മുടെ യുവ സമൂഹത്തെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം. കാലം എത്ര പുരോഗമിച്ചാലും കഴിഞ്ഞ കാലത്തിനൊരു ചരിത്രമുണ്ട്. മാനവീയതയുടെ, മാനവവർഗത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് വസ്ത്രത്തിന്റെ അളവ് കൂടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നരവംശ ശാസ്ത്രം പറയുന്നത്. കാട്ടിൽ ജീവിച്ചപ്പോ ഇലകൾ കൊണ്ട് നാണം മാത്രം മറച്ചു, പുരോഗതി പ്രാപിച്ചപ്പോ വസ്ത്രത്തിന്റെ അളവ് കൂടി കൂടി വന്നു എന്നാണ്. പിന്നെ കാണുന്ന നേരെ ഗ്രാഫ് താഴോട്ട് പോകുന്നതാണ്. പുരോഗതിയിൽ നിന്ന് വീണ്ടും പുരോഗതിയിലേക്ക് പോയപ്പോ വസ്ത്രത്തിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അവസാനം 1-2 പോയിന്റിൽ മാത്രം അവസാനിക്കുന്ന വൃത്തികെട്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മുടെ പെൺമക്കൾ നമ്മൾ ഇത് ബോധ്യപ്പെടുത്തണം, നമ്മുടെ ആൺമക്കൾ നമ്മൾ ഇത് ബോധ്യപ്പെടുത്തണം. തുണി ഉരിയലല്ല സംസ്കാരം, വസ്ത്രം ധരിക്കലാണ് സംസ്കാരം. വൃത്തികെട്ട പദപ്രയോഗങ്ങളിലല്ല മനുഷ്യന്റെ പുരോഗതി, മറിച്ച് മനുഷ്യത്വത്തെ നിലനിൽക്കുന്ന ഉത്തമമായ വാക്കുകളിലാണ്. ഇതാണും മനസ്സിലാക്കണം, പെണ്ണും മനസ്സിലാക്കണം. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരികതയുടെ മുഖത്ത് നോക്കി ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം നമുക്ക് പറയാൻ സാധിക്കണം. പുരുഷൻ എപ്പോഴാ മാന്യനാകുന്നത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളെ സ്വഭാവം നന്നാക്കുമ്പോഴാണ് നിങ്ങൾ ഈമാനിന്റെ പൂർണ്ണത നേടുന്നത്. വാക്കും പ്രവൃത്തിയും പുരുഷന്റെ നന്നാകണം. സ്ത്രീ എപ്പോഴാ ഉന്നതയായി മാറുന്നത്? അവളുടെ പാതിവ്രതം, ചാരിത്ര ശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. ഈ ഉത്തമമായ ഇസ്ലാമിക ആദർശം ആധുനിക സാഹചര്യത്തിലും ഉറക്കെ പറയാനും അതിന്റെ പ്രയോക്താക്കളായി മാറാനും നമുക്ക് സാധിക്കണം. ഇത്തരം കച്ചവടം ചെയ്യുന്ന ശരീരത്തെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ പിറകെ പോകുന്നതിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദീൻ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടായിത്തീരട്ടെ. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഓരോന്നും നെഞ്ചിലേക്കെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ തലത്തിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ നാഥൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന മാതൃകളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാവിധ പാപങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ LKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ജനുവരി 19-ാം തീയതി ഞായറാഴ്ച മഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഒരു 1 ഡേ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ ഇൻഷാ അല്ലാ വൈകുന്നേരം 3:30 വരെയാണ് ആ പ്രോഗ്രാം. ആ പ്രായത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ മക്കളെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച കിടങ്ങഴിയിലെ പള്ളിക്ക് വേണ്ടിയുള്ള അതിന്റെ വിപുലീകരണത്തിനുള്ള ഫണ്ട് കളക്ഷനാണ് ഇന്ന്. ജാരിയായ സ്വതക്ക എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വിഹിതം ആ കാര്യത്തിൽ പ്രത്യേകം അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജാമിഅൽ ഹിന്ദിന്റെ വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാ 12-13 തീയതികളിലുണ്ട്. 13-ാം തീയതി വൈകുന്നേരം 4:30 മുതൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് കഴിയുന്ന മുഴുവൻ ആളുകളും ഇവിടുന്ന് പുറപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മുടെ പള്ളിയുടെ കലക്ഷന്റെ കാര്യവും ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദീന് പഠിക്കാനുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അമലുകൾ ചെയ്യാനുള്ള ഓരോ സന്ദർഭവും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹ്. അല്ലാഹുമ്മ അരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹ്. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اخذل من خذل دين محمد صلى الله عليه وسلم. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من الجبن والبخل ونعوذ بك من العجز والكسل ونعوذ بك من غلبة الدين وقهر الرجال
اللهم يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين